അലക്സ്, ഗുഡ് മോർണിംഗ്. അലക്സ്, പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനായിട്ട് ഈ മോർണിംഗ് അപ്ഡേറ്റ് എന്താണുള്ളത് അലക്സ്? ആശാ വർക്കേഴ്സിൻ്റെ സമര പന്തലിന് മുന്നിലാണ് അലക്സ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ സമരം 200-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ 200th ഡേ ആണിന്ന്. കാരണം കഴിഞ്ഞ ഓണക്കാലത്ത് അവർ സമരത്തിലില്ലായിരുന്നെങ്കിൽ പോലും ആശാ വർക്കേഴ്സിൻ്റെ സമരം ഒരു പ്രശ്നമായിരുന്നു. എന്നാൽ ഈ മഞ്ഞും മഴയും വെയിലും ഒന്നും ഏൽക്കാതെ സെക്രട്ടേറിയറ്റ് നടയ്ക്ക് മുന്നിൽ ഈ പന്തൽ പൊളിച്ചു കളഞ്ഞിട്ടും അവിടെ തന്നെ കഴിയുകയാണ് കുറച്ച് ആശാ വർക്കേഴ്സ്. അപ്പോൾ ആശാ വർക്കേഴ്സിൻ്റെ സമരം 200 ദിവസങ്ങൾ പൂർത്തിയാക്കുന്നു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യം കൂടി ഇന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. എന്താണ് ആശാ വർക്കേഴ്സിൻ്റെ ലേറ്റസ്റ്റ് പ്രതികരണം? എസ്കെൻ, ഗുഡ് മോർണിംഗ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഫെബ്രുവരി 10-ന് ആരംഭിച്ച ഈ സമരം കേരളത്തിലെ ആശാപ്രവർത്തകരെ സംബന്ധിച്ച് അവരുടെ ഐതിഹാസിക സമരമായി വേണമെങ്കിൽ വിലയിരുത്താം. അവരുടെ ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയായി ഉയർത്തുക എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാന ആവശ്യം. എസ്കെൻ ഇന്ന് 200-ാം ദിവസമാണ് ഈ സമരം ആരംഭിച്ചിട്ട്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ വെയിലെത്ര കണ്ടു, മഴയെത്ര കണ്ടു, ഈ കാലം എത്ര കടന്നുപോയി. 200 ദിവസം പൂർത്തിയാക്കുന്നു ഈ ആശാസമരം ആരംഭിച്ചതിന് ശേഷം. ഇതിനോടകം നിരവധി ചർച്ചകൾ നടന്നു. ആരോഗ്യമന്ത്രി, അതായത് വകുപ്പിന്റെ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് 2 ചർച്ച നടന്നു. NHM നാഷണൽ ഹെൽത്ത് മിഷന്റെ നേതൃത്വത്തിൽ 3 ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിലൊന്നും ഒരു തീരുമാനവുമായിട്ടില്ല. അതായത് അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടത്ര ഇടപെടൽ സർക്കാരിന്റെയോ അധികൃതരുടെയോ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ആശാപ്രവർത്തകർ പറയുന്നത്. അതുമാത്രമല്ല, ഈ സമരം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന പശ്ചാത്തലത്തിലാണ് വകുപ്പ് മന്ത്രി തന്നെ ഈ സമരത്തെ സംബന്ധിച്ച് പഠിച്ച ഒരു റിപ്പോർട്ട് നൽകാൻ പഠന സമിതിയെ നിയോഗിച്ചത്. അതിൽ ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന അവരുടെ ആവശ്യങ്ങൾ അത് പഠിക്കണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ആ റിപ്പോർട്ട് വനിതാ ശിശു വികസന ഡയറക്ടർ ഹരിത വി കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ഈ വിഷയം പഠിച്ചത്. ഇന്നലെ അവർ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിവരമായുള്ളത് അവരുടെ ഓണറേറിയത്തിൽ വർധനവുണ്ടാകണം, ഒപ്പം വിരമിക്കൽ ആനുകൂല്യം 1 ലക്ഷം രൂപയെങ്കിലും നൽകണമെന്ന പ്രധാനപ്പെട്ട ശുപാർശകൾ ആ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് വിവരം. നിലവിൽ ഓണറേറിയമായി പ്രതിമാസം ലഭിക്കുന്നത് 7,000 രൂപയാണ്. 3,000 രൂപയുടെയെങ്കിലും പ്രതിമാസ വർധനവ് ഓണറേറിയത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് റിപ്പോർട്ട്. അതായത് 10,000 രൂപയാക്കിയെങ്കിലും മിനിമം ഓണറേറിയം ഉയർത്തണം എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളത്. ഒപ്പം ഈ വിരമിക്കൽ ആനുകൂല്യം 1 ലക്ഷം രൂപയാക്കണം എന്നുള്ളതുമുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ നേരത്തെ 20,000 രൂപയായിരുന്നു ഈ വിരമിക്കൽ ആനുകൂല്യം 50,000 രൂപയാക്കി ഉയർത്തിയിരുന്നത്. മാസങ്ങൾ പിന്നിടുന്നു ആ തീരുമാനം വന്നിട്ട്. പക്ഷേ ആ ശുപാർശ കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയതെന്നാണ് അറിയുന്ന വിവരം. എന്താണെങ്കിലും ഇന്നലെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇന്ന് 200-ാം ദിവസമാണ്. എസ്കെൻ, പ്രധാനപ്പെട്ട ഒരു പൊതു താൽപര്യ ഹർജി ഹൈക്കോടതിയുടെ മുന്നിലുണ്ട്. ഈ സമരം തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത മാസം 19-ന് ഈ ഹർജി വീണ്ടും കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ് ഈ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി വകുപ്പ് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതായത് ഈ റിപ്പോർട്ട് പരിഗണിച്ചതിനു ശേഷം ഈ ഓണറേറിയത്തിൽ വർധനവുണ്ടാകാനുള്ള തീരുമാനമുണ്ടാകുമോ? അത് ഓണത്തിന് മുമ്പുണ്ടായാൽ അത് ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കും പൊതുസമൂഹത്തിനും സർക്കാർ നൽകുന്ന ഓണസമ്മാനമാണ് എന്ന് കൃത്യമായി പറയാം. സമരസമിതിയുടെ നേതാവ് എസ് മിനി നമുക്കൊപ്പം ഉണ്ട്. ഇന്ന് 200-ാം ദിവസമാണ് ഈ സമരം ആരംഭിച്ചതിന് ശേഷം. സമരം ഇനിയും ഈ അടിസ്ഥാന ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും അത്തരം ആവശ്യങ്ങൾ നിലനിൽക്കുകയാണ്, അത് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇന്നലെ സമിതിയുടെ റിപ്പോർട്ട് വന്നതായിട്ടൊരു വാർത്ത വരുന്നുണ്ട്. തീർച്ചയായും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ 53-ാം ദിവസം ചർച്ച നടക്കുന്ന ദിവസം എല്ലാ ചർച്ചയുടെയും എല്ലാ വഴിമുട്ടിയ സാഹചര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമുണ്ട്. ഒരു ദിവസം 100 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ട് 233 രൂപ പ്രതിദിന വേതനം എന്നത് 333 രൂപ എങ്കിലും ആക്കണം. അങ്ങനെ ആക്കിക്കൊണ്ട് ഈ സമരമുഖത്ത് നിന്ന് ഈ സ്ത്രീകളെ ഈ തെരുവിൽ നിന്ന് പറഞ്ഞയക്കണമെന്നും ഘട്ടം ഘട്ടമായി അത് വർദ്ധിപ്പിച്ചുകൊണ്ട് മിനിമം വേതനമായ ഒരു ദിവസം 700 രൂപയിൽ പ്രതിമാസം 21,000 രൂപയിൽ എത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ നടന്നില്ല. ഈ വെയിലും മഴയും ഈ തെരുവിലിരുന്നുകൊണ്ട് ഞങ്ങൾ സമരം തുടരുകയാണ്. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നീതിപൂർവകമായ ഒരു വർധനവായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നാണ്. സമിതിയുടെ റിപ്പോർട്ടിൻ്റെ മറ്റ് ഉള്ളടക്കം ഇതുവരെയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ എന്നാലും അങ്ങനെ ഒരു സമിതി ഉണ്ടാക്കിക്കൊണ്ട് ആ സമിതി 3.5 മാസം കാലം എടുത്തുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അത് ആശാവർക്കർമാർ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ കൃത്യമായി മനസ്സിലാക്കുവാനും അവരുടെ ജീവിത പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നതുമായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് നീതിപൂർവമായ ഒരു വർധനവായിരിക്കും ഉണ്ടാകുന്നതെങ്കിൽ ഈ സമരം ഞങ്ങൾ അവസാനിപ്പിക്കും. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും 200-ാം ദിവസം എന്നുള്ളത് വീണ്ടും 100 ദിവസങ്ങൾ കൂടി ഒരുപക്ഷെ കേരളത്തിന് കാണേണ്ടി വരും. ഒരൊറ്റ കാര്യം കൂടി, അതായത് 3,000 രൂപ വർധന ഉണ്ടാകും ഓണറേറിയത്തിൽ എന്നുള്ളതാണ് ശുപാർശയിലുള്ള വിവരമായി നമുക്കറിയുന്നത്. 1 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം, അത് ആശാ വർക്കർമാർക്ക് ആശാസ്യമായ ഒരു വർധനമാണോ? അത് ഞങ്ങൾ കമ്മിറ്റി കൂടി തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം സമരം 200 ദിവസം പിന്നിടുകയാണ്.
ഇത്രയും ദിവസം ഇരുന്നു കൊണ്ട് എന്ത് തരം വർധനമാണ്? കാരണം ഒന്ന് അതിൻ്റെ റിപ്പോർട്ട് കിട്ടണം. അതൊരു ശുപാർശ മാത്രമാണ്. ആ ശുപാർശ കിട്ടിയാൽ മാത്രം കൊണ്ടായില്ല. ഗവൺമെന്റ് അതിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് 50,000 രൂപ നിലവിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 20,000 രൂപ ഉണ്ടായിരുന്നത് ഈ കേരളത്തിലെ ഒരു ആശയ്ക്ക് പോലും ലഭിച്ചിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ചില തിരിമറികൾ, ചില ചതികൾ ഇതിനകത്ത് നിലവിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെ വരട്ടെ, പുറത്തു വരട്ടെ. എസ്കേൻ, നീതിപൂർവമായ റിപ്പോർട്ടാണ്. അതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് സർക്കാർ എടുക്കുന്നതെങ്കിൽ ആശാ വർക്കർമാർ സമരം അവസാനിപ്പിക്കും. അതല്ല എങ്കിൽ 200 അല്ല 300 അല്ല 500 ആണെങ്കിലും ഈ സമരം തുടരുമെന്നാണ് അവർ പറയുന്നത്. ഓണക്കാലമാണ്. ഇന്ന് അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടാണ് അവരിവിടെ 200 ദിവസം പ്രതിഷേധിക്കുന്നത്. എസ്കേൻ. ഓക്കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ആശാ വർക്കേഴ്സിന്റെ സമരപ്പന്തലിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.